വയനാട് ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിലെ ബാലറ്റ് ബോക്സുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി സീൽ ചെയ്തു. വോട്ടെണ്ണൽ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിലേക്കാണ് ഇവ മാറ്റിയത്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിലെ ബാലറ്റ് ബോക്സുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി സീൽ ചെയ്തു. വോട്ടെണ്ണൽ കേന്ദ്രമായ നിലമ്പൂർ അമൽ കോളേജിലേക്കാണ് ഇവ മാറ്റിയത്. ഏറനാട് മണ്ഡലത്തിന്റേത് വിതരണ കേന്ദ്രമായ ചുള്ളക്കോട് UP സ്കൂളിൽ എത്തിച്ച ശേഷം ഇവിടെ നിന്നും കനത്ത സുരക്ഷയിലാണ് നിലമ്പൂർ അമൽ കോളേജിലേക്ക് എത്തിച്ചത്. ഇവ വ്യാഴാഴ്ച ജില്ലാ ഇലക്ഷൻ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സീൽ ചെയ്തു. വോട്ടെണ്ണൽ ദിനമായ 23 വരെ സായുധ സേനാ കാവലിൽ ഇവ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. ജില്ലയിലെ 3 നിയോജകമണ്ഡലങ്ങളിലായി 64.98% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആകെയുള്ള 6,45,755 വോട്ടർമാരിൽ 4,19,620 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 1,97,501 പുരുഷന്മാരും 2,21,118 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ്. സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഏറനാട് മണ്ഡലത്തിൽ 69.42%, നിലമ്പൂരിൽ 61.91%, വണ്ടൂരിൽ 64.43% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, അവശ്യ സർവീസ് ജീവനക്കാർ എന്നിവരുടെ വിഭാഗത്തിൽ ഏറനാട് മണ്ഡലത്തിൽ 969 പേരും, നിലമ്പൂരിൽ 942 പേരും, വണ്ടൂരിൽ 863 പേരുമാണ് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ഹോം വോട്ടിംഗ് ആയിരുന്നു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.